ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ആലിയ കട്ട് കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ നോക്കാം. ഞാനിവിടെ കോട്ടൻ്റെ 3 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ക്ലോത്ത് മുഴുവനായിട്ട് ഓപ്പൺ ചെയ്ത് ഇതേപോലെ രണ്ടായി മടക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും അളവ്, അതായത് കൂടിയ അളവ് അവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ എനിക്ക് ചെസ്റ്റ് 10 ഇഞ്ചാണ് വരുന്നത്. അത് എനിക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ടത്. നെക്സ്റ്റ് നമുക്ക് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്യുക. അതിനായിട്ട് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമുക്ക് അളവുകൾ രേഖപ്പെടുത്താം. നെക്സ്റ്റ് നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തുമ്പോട് കൂടിയാണ് 15 മാർക്ക് ചെയ്തത്. അതിനുശേഷം നെക്കിൻ്റെ വിടുത്ത് ഞാനിവിടെ 2.25 മാർക്ക് ചെയ്യുന്നത്. പൊതുവേ ഞാൻ 2.5 എടുക്കൽ, പക്ഷേ ഇവിടെ വീനെക്ക് ആയതുകൊണ്ട് അധികം കുടുങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2.25 എടുക്കുന്നത്. 3 ഇഞ്ച് വരെ നിങ്ങൾക്ക് എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 4 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. 3 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഷോൾഡർ തയ്യൽ തുമ്പ് അടക്കമാണ് മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ച് നമ്മുടെ നെക്ക് അടിക്കാനും 1/2 ഇഞ്ച് സ്ലീവ് ജോയിൻ ചെയ്യാനും നമുക്ക് ആവശ്യമായിട്ട് വരും. അടുത്തതായി നമുക്ക് ഷോൾഡറിൻ്റെ പോയിന്റിൽ നിന്നും താഴോട്ടേക്ക് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോളായിട്ട് 7 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. നമ്മുടെ ചെസ്റ്റിൻ്റെ കറക്റ്റ് അളവ് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി മാർക്ക് ചെയ്യാം. ഇനി നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിൻ്റെ വിടുത്തൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ആ ലൈൻസ് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്ത് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഫ്രണ്ട് നെക്ക് 5.5 ഇഞ്ചും ബാക്ക് നെക്ക് 2.5 ഇഞ്ചും മാർക്ക് ചെയ്യുക. അതിനുശേഷം നെക്കിൻ്റെ വിടുത്ത് 2.25 ഒന്നുകൂടി മാർക്ക് ചെയ്ത് ഈ ലൈൻസ് ഒന്ന് ജോയിൻ ചെയ്ത് ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അതൊന്ന് വരച്ചെടുക്കുക. ഞാനിവിടെ വി നെക്കാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ബാക്ക് നെക്ക് ഇതിൽ വരക്കുന്നില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ ആംഹോൾ ഷേപ്പ് ചെയ്യാനായി 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് താഴെയും മാർക്ക് ചെയ്യുക. ഈ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അവിടെ നിന്നും 1/4 ഇഞ്ച് ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ആദ്യം നമുക്ക് ബാക്ക് ആം ഹോൾ ഒന്ന് ഇതേപോലെ വരച്ചെടുക്കുക. അതിന് ശേഷം ഫ്രണ്ട് ആം ഹോൾ നമ്മൾ 1/4 ഇഞ്ചിൻ്റെ പോയിൻ്റ് മാർക്ക് ചെയ്തതിലേക്ക് കൂടിയും 1/2 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തതിലേക്ക് കൂടിയും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആലിയ കട്ടിൻ്റെ മെയിൻ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ താഴെ നിന്ന് മുകളിലോട്ടേക്ക് 3 ഇഞ്ചോ 4 ഇഞ്ചോ എത്രയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതൊന്ന് മാർക്ക് ചെയ്യുക. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ടേക്കായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങനെയും ചില ആൾ ചെയ്തെടുക്കാറുണ്ട്. ഇതേപോലെ ഞാനിപ്പോൾ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതിന് ശേഷം നമുക്ക് ഈ പോയിന്റിൽ നിന്ന് വേസ്റ്റിലേക്ക് അവിടെ ഒരു ക്രോസ് ലൈനായിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ 2 പീസും ഒരുമിച്ച് വെച്ചുകൊണ്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഷേപ്പും ബാക്ക് ആംഹോളും കട്ട് ചെയ്ത് ആദ്യം മാറ്റുക. അതിന് ശേഷം നമ്മുടെ ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിൽ നമ്മൾ ആലിയ കട്ടിന് കൊടുത്ത ആ കട്ടിങ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിന് ശേഷം വീനെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് പീസ് ഇതേപോലെ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട് ആംഹോൾ കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ബാക്ക് ബോഡി പാർട്ട് എടുത്തുകൊണ്ട് അവിടെ നമുക്ക് നെക്കിൻ്റെ വിടുത്ത് 2.25 നെക്കിൻ്റെ ലെങ്ത്തായിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ബോക്സ് പോലെ ചെയ്ത് ബാക്ക് നെക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ യു നെക്കാണ് ബാക്കിൽ കൊടുക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് സ്ലീവിനുള്ള ക്ലോത്ത് ഇതേപോലെ രണ്ടായി ഒന്ന് മടക്കിയിടുക. അതിനുശേഷം ക്ലോത്തിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് ആം ഹോളിൻ്റെ കൂടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഫോൾഡ് ചെയ്തിടുകയാണ് വേണ്ടത്. ഇവിടെ നമുക്ക് ആം ഹോൾ എന്നുള്ളത് 7 ഇഞ്ച്, അതിന് കൂടെ 2.5 ഇഞ്ച് കൂട്ടിയാൽ 9.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ കൂടെ ഞാൻ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് ക്ലോത്ത് ഒന്ന് മടക്കിയിടുകയാണ് ചെയ്യുന്നത്. 1/2 ഇഞ്ച് കൂട്ടിയെടുക്കാൻ കാരണം നമ്മൾ ഫോൾഡ് ചെയ്തിടുമ്പോൾ ക്ലോത്ത് കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ ക്ലോത്ത് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക ആം ഹോളിൻ്റെ കൂടെ 2.5 ഇഞ്ച് എക്സ്ട്രാ ഉണ്ടോയെന്ന്.
എന്നിട്ട് വേണം നമ്മുടെ അളവുകൾ അടയാളപ്പെടുത്താൻ. ഞാനിവിടെ ലെങ്ത്ത് ഫുൾ ലെങ്ത്തായിട്ട് തന്നെ എടുക്കുകയാണ്. സ്ലീവിൻ്റെ മാർക്കിങ്ങൾ ഫസ്റ്റ് അടയാളപ്പെടുത്തുന്നത് ഫുൾ ലെങ്ത്താണ്. ഞാനിവിടെ ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ട് മുഴുവൻ ലെങ്ത്ത് എടുക്കുന്നത് കൊണ്ടാണ് ലെങ്ത്ത് ആദ്യം പറയാതിരുന്നത്. ഇവിടെ എനിക്ക് 21 ഇഞ്ചോളം ഫുൾ ലെങ്ത്തിന് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. അത് ഞാൻ മുഴുവനായിട്ട് എടുക്കുകയാണ്. അതിനുശേഷം ആം ഹോൾ ഷേപ്പ് ചെയ്യാനായി 3 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ആ പോയിൻ്റ് ഒന്ന് മുകളിലും മാർക്ക് ചെയ്യുക, 3 ഇഞ്ചിൻ്റെ പോയിൻ്റ് തന്നെ. അതിനുശേഷം ആ ലൈൻസ് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് ഇതേപോലെ വരയ്ക്കുക. നെക്സ്റ്റ് ആ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതേപോലെ വരച്ചെടുക്കുക. പിന്നീട് ആ ലൈനൊന്ന് ക്രോസ് ആയിട്ട് വരയ്ക്കുക. ക്രോസ് ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് കാണുക. സെൻറ്ററിൽ നിന്നും താഴോട്ടേക്ക് 1/2 ഇഞ്ചും മുകളിലോട്ട് 1/4 ഇഞ്ചും വരയ്ക്കുക. 1/2 ഇഞ്ചിലേക്ക് കൂടി ബാക്ക് ആം ഹോൾ വരച്ചെടുക്കുക. 1/4 ഇഞ്ചിലേക്ക് കൂടി ഫ്രണ്ട് ആം ഹോളും വരച്ചെടുക്കാം. സ്ലീവിൻ്റെ കട്ടിങ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രീവിയസ് വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അതായത് സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണോ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി ആ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നമ്മുടെ ആം ഹോളിൻ്റെ പോയിൻ്റുമായിട്ടൊന്ന് ഈ ലൈൻ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ബാക്ക് ആം ഹോള് സ്ലീവിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ക്ലോത്ത് ഇതേപോലെ ഓപ്പൺ ചെയ്ത് നല്ല വശം ഒരുമിച്ച് വരുന്ന വിധത്തിൽ വെച്ചുകൊണ്ട് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാം. ഇനി സ്കേർട്ട് പാർട്ടിന് വേണ്ടി, അതായത് പ്ലീറ്റ് ഇടാൻ വേണ്ടി നമുക്ക് ക്ലോത്ത് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിടുക. അതിനുശേഷം രണ്ടായിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിടുക. ആദ്യം ഞാൻ ബാക്ക് പാർട്ടിനുള്ള ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. എനിക്ക് ഫുൾ ലെങ്ത്തായിട്ട് ഇവിടെ വേണ്ടത് 30 ഇഞ്ചാണ്. അത് ഞാൻ സ്റ്റാർട്ടിങ് മുതൽ ടാപ്പ് വെച്ച് 30 ഇഞ്ചിൻ്റെ പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണ്. നമ്മുടെ ഡ്രസ്സിന് മൊത്തത്തിൽ എത്രയാണോ നീളം വേണ്ടത് അതിൽ നിന്ന് നമ്മുടെ ബോഡി പാർട്ട് കുറച്ചിട്ട് വേണം ഈ സ്കേർട്ടിനുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്യുക. അങ്ങനെയാണ് എനിക്ക് 30 ഇഞ്ച് കിട്ടിയിരിക്കുന്നത്. 30 ഇഞ്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നീളത്തിലൊന്ന് വരയ്ക്കുക. ഇനി ഈ പീസ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. ബാക്ക് പാർട്ടിൽ നമുക്ക് വേറൊരു കട്ടിംഗ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ പീസ് നമുക്ക് ബാക്കിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. സെൻട്രലി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ബാക്ക് പീസ് ഫോൾഡ് ചെയ്തിട്ടതുപോലെ തന്നെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ രണ്ടായി മടക്കിയിടാം. അതിനുശേഷം നമ്മൾ ആലിയ കട്ടിൻ്റെ കട്ടിങ്ങിന് വേണ്ടി ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ പീസിലും ആ 4 ഇഞ്ച് എത്രയാണോ നമ്മൾ അവിടെ കൊടുത്ത മെഷർമെൻറ്റ് അതിനെ ഇവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് ആ പോയിൻറ്റുകളൊന്ന് യോജിപ്പിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. ശേഷം നമുക്ക് ഈ 4 ഇഞ്ചിൻ്റെ പോയിൻ്റ് കഴിഞ്ഞാണ് നമ്മുടെ ഫുൾ ലെങ്ത്ത് എത്രയാണോ, അതായത് നമ്മൾ ബാക്ക് സ്കേർട്ട് പാർട്ടിന് എത്രയാണോ ലെങ്ത്ത് കൊടുത്തത്, 30 ഇഞ്ചാണല്ലോ നമ്മൾ എടുത്തത്, ആ പോയിൻ്റ് ആ മാർക്കിങ് ഇവിടെയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിലേക്ക് വരാം. മുകളിൽ നമ്മൾ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൻ്റെ ഏറ്റവും കോർണറിൽ നിന്ന് ഇതേപോലെ ക്രോസ് ആയിട്ടൊരു ലൈൻ വരച്ചെടുക്കുക. ഇനി ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞ് നമുക്ക് ഫുൾ ലെങ്ത്തിൻ്റെ മാർക്കിങ് ചെയ്ത് ആ പോയിൻറ്റിലേക്ക് കൂടി ഒന്ന് കട്ട് ചെയ്ത് പീസുകൾ സെപ്പറേറ്റ് ചെയ്യാം. ആദ്യം ഞാൻ ലൈനിങ് ഇല്ലാതെ തയ്ക്കാം എന്നൊരു ഐഡിയയിലാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ബോഡി പാർട്ടിൽ മാത്രം ലൈനിങ് കൊടുക്കാം എന്നൊരു തീരുമാനത്തിലെത്തിയത്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് ലൈനിങ് കട്ട് ചെയ്തത്. ലൈനിങ്ങിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റൊക്കെ മെയിൻ ക്ലോത്ത് ചെയ്തത് ആദ്യം ലൈനിങ് കൊടുത്തതിന് ശേഷം മാത്രമേ മെയിൻ ക്ലോത്ത് ചെയ്യാവൂ. ലൈനിങ്ങിന് വേണ്ടി ക്ലോത്ത് ഇതേപോലെ രണ്ടായി മടക്കിക്കൊണ്ട് നമ്മുടെ ബോഡി പാർട്ട് അതിന് മുകളിലേക്ക് വെച്ച് ആ മാർക്കിംഗ് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സെയിം മെഷർമെൻറ്റ് വരുന്ന വിധത്തിൽ മൊത്തത്തിലൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ്ങാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ബാക്ക് പീസും കൂടി ഇതേപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഞാൻ ലൈനിങ്ങിൽ കട്ട് ചെയ്യുന്നില്ല, മെയിൻ ക്ലോത്ത് ചെയ്തതുകൊണ്ട്. ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് അങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ബാക്ക് പീസിൻ്റെ ലൈനിങ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതോടുകൂടി നമ്മുടെ കട്ടിങ് പാർട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് സ്റ്റിച്ചിങ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഫോർ മോർ വീഡിയോസ് പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സപ്പോർട്ട് മീ.